नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। आज हम पार्ट 7 सोने जैसे दिन है इसके नामक पार्ट की नोट्स एक्सप्लेनेशन करेंगे। ओके, तो नोटबुक उड़ना, नोटबुक और टेक्स्ट बुक लेना। उसके बाद पहला है समानार्थ। क्या है समानार्थ? सिनोनिम्स। सेम हिंदी मीनिंग तनाണ്। पदवंदन, पदवंदन चरणों की पूजा, पदवंदन चरणों की पूजा। और जागृति, जागृति माने जागना, जागरूप होना। ओके, जागृति जागना। फिर उसके बाद सौगात, सौगात माने गिफ्ट या उपहार, उपहार। सिंधु सागर, नभ आकाश, आकाशम। जग दुनिया, लोकम। आराधक पूजा। देन अनुपम अनोഖ, അനോഖ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ സമാനാർത്ഥം കൊടുത്തിട്ടുള്ളത്. then उसके बाद अर्थ लिखो, इंग्लिश मीनिंग എഴുതാനാണ്. ഹിന്ദി വേർഡ് എന്നിട്ട് ഇംഗ്ലീഷ് മീനിങ് എഴുതാൻ. मात, मात का अर्थ है डिफीट. और उज्ज्वला ब्राइट, सिंधु सी, सौगात गिफ्ट, श्रद्धा रेस्पेक्ट, नभ स्काई. then उसके बाद पर्यायवाची शब्द, पर्याയവാചി ശബ്ദങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വേർഡ് പക്ഷി. പക്ഷിയുടെ മറ്റു രണ്ട് അർത്ഥങ്ങൾ, മീനിങ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷി का अर्थ है ഖഗ്, ഖഗ് और വിഹഗ്, രണ്ടും പക്ഷി തന്നെയാണ്. ഖഗ് എന്ന് പറഞ്ഞാലും വിഹഗ് എന്ന് പറഞ്ഞാലും പക്ഷി തന്നെയാണ്. then उसके बाद रात, रात रात्रि, निशा. ഹിമാലയ, ഗിരിരാജ് പർവ്വതരാജ്. ഹിമാലയൻ്റെ രണ്ട് മറ്റു പദങ്ങളാണ് ഗിരിരാജ് और पर्वतराज. उसके बाद नदी, नदी का अगला अर्थ है सरिता और अगला अर्थ है तडिनी, सरिता तडिनी. जग, जग का अर्थ है जगत संसार. देन भारत, हिंदुस्तान, आर्यवर्त. ओके, देन उसके बाद विलोम शब्द. विलोम शब्द का अर्थ है ऑपोजिट, അറിയാമല്ലോ. दिन रात, प्रेम कृण, प्रेम എന്ന് വെച്ചാൽ സ്നേഹം, कृण വെറുപ്പ്, ശാന്തി അശാന്തി, ഹിംസ അഹിംസ, ഉജ്ജല അന്ധേര, ഉജ്ജല മീൻസ് പ്രകാശപൂർണ്ണമായത്, അന്ധേര ഇരുട്ട് നിറഞ്ഞത്, അമൃത് വിഷ്, അമൃതം വിഷം, സച്ചായി സത്യം, ചൂട്ട് കള്ളം, ഹാർ ജീത്ത്, ഹാർ തോൽവി, ജീത്ത് ജയം എന്നുള്ള അർത്ഥമാണ്. then उसके बाद വർണ്ണവിച്ഛേദ കീജിയേ, അതായത് സ്പ്ലിറ്റ് ദ വേർഡ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കാര്യമാണ് സ്പ്ലിറ്റ് ദ വേർഡ്. നമുക്ക് എന്നാലും ഒന്നുകൂടി ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ എക്സസൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പെഹല വേർഡ് ഹേ ശ്രദ്ധ, അതിനകത്ത് തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധ. അപ്പോൾ ശ്രദ്ധ എന്നുള്ള വേർഡ് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഹേ ശ്രദ്ധ, ശ്രദ്ധ എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശ്രദ്ധ എന്നുള്ള വേർഡ് നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്. ശ്ര എന്ന് പറയുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ അവിടെ വരുന്നുണ്ട്? ശ്ര, ശ്രദ്ധ എന്നാണ് അല്ലേ, ശ്ര. അപ്പോൾ ഷാ വരുന്നുണ്ട്. ഷായും രായും കൂടെ ചേരുമ്പോഴാണ് എന്ത്, ശ്ര എന്നുള്ള ഒരു എന്താണ് കൂട്ടക്ഷരം, സംയുക്താക്ഷരം നമുക്ക് ലഭിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താം? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഷ് ഹെന, ഷ് ഷ്, പിന്നെ എന്താണ് ശ്രായാണ് പറഞ്ഞത്, ഷ് ജമാ ര്. ഷായും റായും കൂടെ ചേരുമ്പോഴാണ് എന്താണ് ശ്ര എന്ന പദം അക്ഷരം നമുക്ക് കിട്ടുന്നത്. ഷ് ജമാ ര് ജമാ, ഉസ്കെ ബാദ് ക്യാ ഹേ, ശ്ര എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ഏതാണ്? ആ എന്നുള്ള സ്വരമാണ് ഉള്ളത്. तो यहाँ ആ ഉസ്കെ ബാദ്. അപ്പോൾ ശ്ര എന്നുള്ള പദം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ധ എന്നുള്ള പദമാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഈ കൂട്ടക്ഷരം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാ ഇവിടെ നോക്കൂ, ദ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ദായുടെ കൂടെ വേറെ സ്വരം ഒന്നും ചേരുന്നില്ല, അതുകൊണ്ട് ദ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് എന്ത് എഴുതാം? ദ, അതായത് ദായുടെ ഹാഫ്, പകുതി മാത്രമേ ഇവിടെ ഉള്ളൂ. ദാ എന്ന അക്ഷരം പൂർണ്ണമായിട്ട് അവിടെ ഇല്ല. അപ്പോൾ ദി എഴുതി, ദ ബാദ് പിന്നെന്താണ്? ധ. പിന്നെ നമുക്ക് ഏത് അക്ഷരമാണ് അവിടെ ഉള്ളത്? ധായാണല്ലേ. അപ്പോൾ നമ്മൾ ധ എഴുതി. ദെൻ ഉസ്കെ ബാദ് ശ്രദ്ധ എന്നാണ്. ശ്രദ്ധ, ആ എന്നുള്ള സ്വരം നമ്മളിവിടെ എഴുതുന്നു. കണ്ടോ? कैसे हम स्प्लिट करेंगे ये शब्द? श्रद्धा, श जमा र जमा आ जमा द जमा ध जमा आ, श्रद्धा.
ओके, देन उसके बाद अगला शब्द है मुकुट. मुकुट മുക്കുട്ട്. മുക്കുട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു വേർഡാണ്. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ മായെ സ്പ്ലിറ്റ് ചെയ്യണം. മു എന്നുള്ള അക്ഷരത്തെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? അപ്പോഴെങ്ങനെ കിട്ടും? മ ജമാ ഊ ജമാ. देन उसके बाद क को स्प्लिट कराना है. कैसे करना है? क जमा ऊ जमा. देन उसके बाद ड ड जमा आ, है ना? मुकुट. देखा, मुकुट. म जमा ऊ जमा क जमा ऊ जमा ड जमा आ, मुकुट. देन मुकुट के बाद अगला शब्द है क्या है? सुंदरता. क्या है? सुंदरता. मैं यहाँ लिखती हूँ, देखो. सुंदरता. सुंदरता. सुंदरता कैसे स्प्लिट करेंगे? पहला सु स्प्लिट करना चाहना है ना. पहला स जमा ऊ जमा സു. സുന്ദരത. സുൻ ഈ നാ എന്നുള്ള അക്ഷരത്തിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ബിന്ദു ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഈ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കുത്ത്. എന്താണത്? അതൊരു ബിന്ദു ആണല്ലേ. ഈ ബിന്ദു എന്താ കൊടുത്തിരിക്കുന്നതിന് കാരണം? നാ എന്നുള്ള അക്ഷരത്തിന് പകരമായിട്ടാണ്. അതായത് ഇവിടെ സുന്ദരത എന്ന് നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതുന്നത്? സുന്ദരം എന്ന് എഴുതുന്നത് സുന്ദരം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അതായത് നായുടെ പകുതിയും ദായും കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ഇന്ത എന്നുള്ളൊരു അക്ഷരം വരുന്നത്. അതിന് പകരം ഈ നായ്ക്ക് പകരമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബിന്ദു യഹാ ഹം ലഗാത്തെ ഹൈ. तो हमें कैसे स्प्लिट करना चाहिए? स जमा ऊ जमा then उसके बाद न जमा. കണ്ടോ, ഈ ബിന്ദു നമ്മൾ എന്താക്കി? ന ജമാ. then उसके बाद ദ ജമാ ആ. സുന്ദ. ദ എന്ന് പറയുന്നത് എന്താ? ഒരു പൂർണ്ണമായ അക്ഷരമാണ്. അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ദ ജമാ ആയാണ് ദ. then उसके बाद ര പ്ലസ് ര ജമാ ആ, है ना. सुंदर. അപ്പോൾ रा എന്നുള്ള അക്ഷരം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ उसके बाद लास्ट शब्द है ता. ता कैसे स्प्लिट करेंगे? त जमा आ. सुंदरता. देखा, सुंदरता ऐसे स्प्लिट करना चाहिए. देन अगला शब्द है सच्चाई. सच्चाई. सच्चाई बहुत सिंपल, बहुत आसान है. देखो, पहला सा स्प्लिट करना चाहिए. स जमा आ सा. उसके बाद इच्छा. इच्छा स्प्लिट करना चाहिए. ഇച്ഛ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചായയുടെ പകുതിയും ചായയാണ് എന്ത്? ഇച്ഛ എന്നാവുന്നത്. ചായയുടെ പകുതിയും ഒരു പൂർണ്ണമായ ചായയും ചേരുമ്പോഴാണ് ഇച്ഛയാകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ആദ്യം ചായയുടെ പകുതി തന്നെ കൊടുക്കാം. ച്. ചായയുടെ പകുതി എങ്ങനെയാണ്? ച്, ഹേ നാ. ദെൻ ഇനി ചായ എന്നുള്ള അക്ഷരത്തെ സ്പ്ലിറ്റ് ചെയ്യണം. ച് ജമാ ആ. ഇപ്പം എന്തായി? സച്ച് എന്നായി. സച്ച് എന്നായി. ഇനിയോ സച്ചായി എന്ന് പറയണോ അല്ലേ. അപ്പോഴോ സച്ചായാണ് ആ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കും? ആ. ആയുടെ ചിഹ്നം കൊടുത്തു, ആയുടെ മാത്രം കൊടുത്തു. then उसके बाद ഈ. देखा, സച്ചായി. ഇവിടെ ഈ സ്വരത്തിൻ്റെ മാത്ര തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് അതുപോലെ അങ്ങ് എഴുതിയാൽ മതിയാവും. സച്ചായി. then उसके बाद अगला शब्द है अमृत. ये देखो, अमृत. ഇവിടെ കണ്ടോ, ഇറെന്നുള്ള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഈ ഇറെന്നുള്ള ചിഹ്നം സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്, അറിയാലോ. ആ ഈ ഉ ഇർ എന്നുള്ള ആ സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? पहला आ लिखना है. उसके बाद मृ. मृ को स्प्लिट करना है. म जमा इर. म जमा इर. अम्र. अम्र. देखा, अम्र. देन उसके बाद ता को स्प्लिट करना है ऐसे. त जमा आ. देखा, अमृत. क्या है? अमृत. ऐसे स्प्लिट करना चाहना. देन उसके बाद अगला शब्द है प्रेम. प्रेम. ये देखो, यहाँ प्रेम प
റേം പ്രേം. ഇവിടെ ഇറ് എന്നുള്ളത് രായാണ്. ഇറ് എന്നുള്ളത് ഏതാണ്? രാ എന്ന വ്യഞ്ജനാക്ഷരമാണ്. അപ്പം നമുക്കിവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? പെഹല പ ജമാ, then उसके बाद र जमा, then ये देखा प्रे, देखा प्रे. ओके, तो उसके बाद माँ को स्प्लिट करना चाहिए. कैसे स्प्लिट करना चाहिए? म जमा आ, तो प्रेम. देखो प जमा र जमा ए जमा म जमा आ, प्रेम. तो देखा बहुत आसान है. तो ऐसे तुम लोग अपने नोटबुक में कॉपी करना. देन उसके बाद ശബ്ദോं को शुद्ध करके लिखो. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള എക്സസൈസ് ആണ്. കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങളത് കറക്റ്റ് ആക്കിയിട്ട് അതിന് നേരെ തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് അത് കോപ്പി ചെയ്യുക. വേർഡ്സ് തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്, അത് കറക്റ്റ് ആക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ് टास्क. अपन നമുക്ക് നോക്കാം. शब्दों को शुद्ध करके लिखो. देखो यहाँ यहाँ ऐसे लिखना है. ये देखो ये है शब्द, ये है शब्द, लेकिन ये गलत है. ओके, और पहला मैं सारी शब्द यहाँ लिखती हूँ, उसके बाद हम ये टी करके लिखेंगे. देन उसके बाद यहाँ ये है शब्द, और इसे हमें टी करना चाहिए. टी करके यहाँ लिखना चाहिए. तो देखो यहाँ पहला चांदी. चांदी ऐसे लिखते हैं? नहीं, ऐसे नहीं लिखते हैं. चांदी हम ऐसे लिखते हैं. चंद्र बिंदु है ना यहाँ, और यहाँ क्या है? अमृत, अमृत ऐसा लिखते हैं. और उसके बाद यहाँ प्रेम, प्रेम हम ऐसे लिखते हैं, प्रेम. देखा प्रेम. देन यहाँ मुह, मुह, यहाँ मुह लिखता है, मुह, मुह लिखा है, तो ये गलत है. तो हमें कैसे लिखना चाहिए? मुह लिखना चाहिए, मुह. देखा. और यहाँ पंछी, पंछी, देखा पंछी. देन यहाँ यहाँ कैसे लिखना चाहिए? यहाँ चंद्र बिंदु लिखना चाहिए. और यहाँ मुकुट, यहाँ क्या लिखा है? मुकुट लिखा है, लेकिन हमें इसका सही शब्द मुकुट यहाँ ऐसे लिखना चाहिए, मुकुट. देखा. और उसके बाद हिसाम लिखा है, हिसाम, ये गलत है. हिंसा है सही शब्द, हिंसा. तो यहाँ हमें ऐसा लिखना चाहिए. तो ये देखा. तो ये है शब्द. इसे अच्छे से बिना गलत से अपने टेक्स्ट बुक में लिखना और नोटबुक में भी लिखना. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.